ന്യൂസിലേക്ക് സ്വാഗതം. കൽക്കി ഇറങ്ങാൻ ഇനി ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി. ഇന്നലെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരു ചോദ്യമാണ്, കൽക്കിയിൽ ദുൽഖർ സൽമാൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കൽക്കിയിൽ ദുൽഖർ സൽമാൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കുറച്ച് നാളുകളായി കേൾക്കുന്നു. പ്രത്യേകിച്ച് കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ദുൽഖർ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് വേഫെയർ ഫിലിംസ് ആണ് എന്നുള്ളതാണ്. ഇന്ന് ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് മറ്റൊരു തലത്തിൽ നിൽക്കുന്ന സിനിമയായിരിക്കും. പ്രഭാസിൻ്റെ മിന്നുന്ന പ്രകടനങ്ങളും അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ വലിയ താരനിരയോടുകൂടി ഒരു തെലുങ്ക് സിനിമ എന്നുള്ളതല്ല, ഒരു ഇന്ത്യൻ സിനിമയായി മാറുന്നതാണ്. നാഗശ്വിൻ പ്രധാന കഥാപാത്രമായി എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ പാൻ ഇന്ത്യൻ സിനിമയായി ഈ ഒരു സിനിമ എത്തുമ്പോൾ അവിടെയും ബാക്കി നിൽക്കുന്ന ചോദ്യം, ഇതിൽ ദുൽഖർ ഉണ്ടോ എന്നുള്ളത്. നമുക്കറിയാം, ദുൽഖർ സൽമാൻ എന്ന നടൻ ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഓഡിയൻസിന് എല്ലാവർക്കും പ്രിയങ്കരനായ നായകനാണ്. ഇവിടെ കൽക്കിയായി എത്തുന്നത് ദുൽഖർ ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണേലും ആ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ അടുത്ത ആഴ്ച 27-ാം തീയതിയോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അതിനകത്തിൽ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ വലുതാണെങ്കിലും ദുൽഖർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ. അതുതന്നെയാണ് മലയാളികളായ നമ്മളെ, അതേപോലെ സൗത്ത് ഇന്ത്യൻസിലെ ഒരുപാട് പേരെ ആകാംക്ഷാഭരിതരാക്കുന്ന ഒരു കാര്യവും. കാരണം ദുൽഖർ ഈ സിനിമയിലുണ്ടെങ്കിൽ അത് മറ്റൊരു ബോണസ് ആയിരിക്കും എന്നുള്ളതാണ്. ചാൻസുകൾ വളരെ വിരളമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ സിനിമ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് ഇന്ത്യൻ സിനിമ ഇംഗ്ലീഷ് സിനിമയിലേക്ക് ചേക്കേറുന്ന ലെവലിലുള്ള അല്ലെങ്കിൽ മേക്കിംഗ് ആണ് എന്ന് തന്നെ പറയാം. എന്തായാലും കാത്തിരിക്കാം. ഇതിൽ ദുൽഖർ ഉണ്ടെങ്കിൽ ഒരു ബോണസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മളത് പ്രശ്നമല്ല. എന്താണേലും കൽക്കി ഒരു പാർട്ടല്ല, 2-3 പാർട്ടുകളിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കൽക്കി 2898 AD ഗംഭീരമാകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഒപ്പം ദുൽഖർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. താങ്ക് യു ബ്രോസ്.